السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكتاب كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, മാന്യ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു പാലിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ ഉണർത്തുകയും ദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലായുടെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന മഹത്തായ ഗ്രന്ഥത്തിൻ്റെ ഷറഹ് ആരംഭിക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്. ഷെയ്ഖ് പ്രസ്തുത ഗ്രന്ഥം രചിക്കുവാനുള്ള കാരണവും പിന്നീട് ആമുഖമായി ഷെയ്ഖുൽ ഇസ്ലാം ബസ്മല നൽകിയതും തുടർന്നുള്ള ഹംദിൻ്റെയും ഷഹാദത്തിൻ്റെയും വിശദീകരണമാണ് നമ്മൾ ആ ക്ലാസ്സിൽ ഉണർത്തിയത്. ഇന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ആമുഖത്തെ തുടർന്ന് തൻ്റെ ഗ്രന്ഥരചനയിൽ പ്രതിപാദിച്ച ഒരു ഭാഗമാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ശഹീദാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഇഖ്റാറൻ ബിഹി വതൗഹീദാ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തസ്ലീമൻ മസീദാ. അമ്മാ ബഅദ്. തസ്ലീമൻ മസീദ എന്നതുവരെയാണ് നമ്മൾ വിശദീകരിച്ചത്. അമ്മാ ബഅദ് فهذا اعتقاد الفرقة الناجية المنصورة إلى قيام الساعة أهل السنة والجماعة، وهو الإيمان بالله وملائكته وكتبه ورسله والبعث بعد الموت والإيمان بالقدر خيره وشره. അമ്മാ ബഅദ് എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ച ഒരു ശൈലിയാണ്. അറബിയിൽ ഗ്രന്ഥരചനകളിലും അതേപോലെ പ്രസംഗങ്ങളിലുമൊക്കെ ആമുഖത്തെ തുടർന്ന് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അമ്മാ ബഅദ് എന്ന് പ്രയോഗിക്കും. ഒരു ശൈലിയിൽ നിന്ന് മറ്റൊരു ശൈലിയിലേക്ക് എഴുത്ത് അല്ലെങ്കിൽ പ്രസംഗം വഴിമാറുന്നു എന്നതറിയിക്കാനുള്ള ഒരു പ്രയോഗമാണത്. വ്യാകരണ ശാസ്ത്ര പണ്ഡിതന്മാർ അതിന് പല നിയമങ്ങളും ഉണർത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ മനസ്സിലാക്കുവാനുള്ളത് ആമുഖം അതിൽ നിന്ന് വിഷയത്തിൻ്റെ
കാതലിലേക്ക് പ്രവേശിക്കുന്നു എന്നത് അറിയിക്കുവാനുള്ള ഒരു ശൈലിയാണ്. പ്രാസംഗികർ അതങ്ങളുടെ പ്രസംഗങ്ങളിലും എഴുത്തുകാർ അവരുടെ എഴുത്തുകുത്തുകളിലുമൊക്കെ ആംഗ്യത്തെ തുടർന്ന് അമ്മാ ബഅദ് എന്ന് പ്രയോഗിക്കാറുണ്ട്. ഫഹാദ ഇഅ്തിഖാദുൽ ഫിർഖത്തിൽ നാജിയത്തിൽ മൻസൂറത്തി ഇലാ ഖിയാമിസ് സാഅ അഹ്ലി സുന്നത്തി വൽ ജമാഅ. ഫഹാദ ഇത് അഥവാ ഇഷാറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രചന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ നിർവഹിക്കുന്നതായ ഈ രചന അതെന്താണ്? ഈ ഇഅ്തിഖാദുൽ ഫിർഖത്തിൻ നാജിയത്തിൽ മൻസൂറത്തി ഇലാ ഖിയാമിസ് സാഅ. അൽ ഫിർഖത്തുൻ നാജിയൻ്റെ ഇഅ്തിഖാദാകുന്നു. ഇഅ്തിഖാദ് എന്ന് പറഞ്ഞാൽ അഖദ് എന്ന ധാതുവിൽ നിന്ന് ഉടലെടുത്തതാണ്. അറബികൾ പറയും എഴുത്തക്കഥ അഥവാ ഒരു കാര്യത്തെ, ഒരു വിശ്വാസത്തെ ഒരാൾ സ്വീകരിച്ചാൽ, ഹൃദയത്തിൽ രൂഢമൂലമായി സ്വീകരിച്ചാൽ അതിനാണ് എഴുത്തക്കഥ എന്ന് പറയും. എഴുത്തിക്കാദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മസ്ദർ. അഖീദ എന്ന് പറഞ്ഞാൽ മാ യഅഖിദു അലൈഹിൽ മർഉ ഖൽബഹു, ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയം ഘടിപ്പിക്കുന്ന, ബന്ധിപ്പിക്കുന്ന ഒന്ന് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു മനുഷ്യൻ വിശ്വാസപരമായി തൻ്റെ ഹൃദയത്തിൽ രൂഢമൂലമാക്കുന്നത്, ഉറപ്പിക്കുന്നത് എന്താണോ അതിനാണ് ഇഅ്തിഖാദ് എന്ന് പറയുക. നമുക്കറിയാം ഇസ്ലാമിക വിഷയങ്ങൾ ഇഅ്തിഖാദിയാത്തുണ്ട്, അപ്രകാരം തന്നെ അമലിയാത്തുണ്ട്. അമലിയാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കാര്യങ്ങളുടെ കൈഫിയത്താണ്, അത് എങ്ങനെ എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാമിക കാര്യങ്ങളിലുള്ള വിശ്വാസമാണ് ഇഅ്തിഖാദിയാത്ത്. അപ്പോൾ കർമ്മങ്ങൾ എങ്ങനെയെന്ന് വിശദീകരിക്കുന്നത് അമലിയാത്തിലാണ്. വിശ്വാസം അത് ഇഅ്തിഖാദിയാത്തിലുമാണ് പറയപ്പെടാറുള്ളത്. ഏതായാലും ഒരാൾ ഒരു അഖീദ സ്വീകരിച്ചാൽ അയാളെക്കുറിച്ച് ഇഅ്തിഖാദ എന്ന് പറയും. അയാൾ ഒരു അഖീദ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ് ഇഅ്തിഖാദ് എന്ന് പറയുക, അഖീദ സ്വീകരിക്കൽ. ഫഹാദ ഇഅ്തിഖാദുൽ ഫിർഖത്തിൻ നാജിയ, ഇത് അൽ ഫിർഖത്തിൻ നാജിയയുടെ ഇഅ്തിഖാദാകുന്നു, അഥവാ അഖീദയാകുന്നു, അവർ സ്വീകരിച്ചതായ അഖീദയാകുന്നു. അൽ ഫിർഖത്തുൻ നാജിയ എന്ന് പറഞ്ഞാൽ, അൽ ഫിർഖത്ത് എന്ന് പറഞ്ഞാൽ അത്വായിഫത്ത് മിനൻ നാസ്, അല്ലെങ്കിൽ അബി ത്വായിഫത്ത് മിൻ അയ്യി ഷൈ, ജനങ്ങളിൽ ഒരു വിഭാഗം, അല്ലെങ്കിൽ ഏതൊരു സംഗതിയിലും ഒരു വിഭാഗത്തിന് പറയുന്ന പേരാണ് അൽ ഫിർഖത്ത്. ഒരു ഹദീസിൽ, സഹിയായി ധരിക്കപ്പെടുന്ന ഹദീസിൽ, സൂറത്തുൽ ബഖറയെക്കുറിച്ചും ആലി ഇമ്രാനെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തഅതിയാനി യൗമൽ ഖിയാമത്തി ഉദല്ലിലാനി സാഹിബഹുമാ കഅന്നഹുമാ ഗയായതാനി ഔ ഗയാബതാനി ഔ ഗമാമതാനി ഔ ഫിർഖാനി മിൻ തൈരിൻ സാഫ്. സൂറത്തുൽ ബഖറയും ആലി ഇമ്രാനും അതിൻ്റെ വാക്താക്കൾക്ക്, സാഹിബീങ്ങൾക്ക് അന്ത്യനാളിൽ തണൽ വിരിച്ചു വരുമെന്നാണ്, കാർമുകിൽ പോലെ, അല്ലെങ്കിൽ ഔ ഫിർഖാനി മിൻ തൈരിൻ സവാഫ്, നിരയായി പറക്കുന്ന പക്ഷികളെ പോലെ. അൽ ബഖറിൻ്റെയും ആലി ഇമ്രാൻ്റെയും വാക്താക്കൾക്ക് തണൽ വിരിച്ചുകൊണ്ട് സൂറത്തുൽ ബഖറയും ആലി ഇമ്രാനും അന്ത്യനാളിൽ വരുമെന്നാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഔ ഫിർഖാനി മിൻ തൈരിൻ സവാഫ് എന്ന് പറഞ്ഞു, നിരയായി പറക്കുന്ന പക്ഷികളുടെ രണ്ട് കൂട്ടങ്ങൾ. അവിടെ ഫിർഖാനി എന്ന് പറഞ്ഞാൽ എന്താ? തായിഫത്താനി എന്നർത്ഥം, രണ്ട് കൂട്ടങ്ങൾ, രണ്ട് വിഭാഗങ്ങൾ എന്നാണ്.
പറഞ്ഞു വരുന്നത് ഫിർഖത്ത് എന്ന് പറഞ്ഞാൽ വിഭാഗം എന്നാണ് അതിൻ്റെ, അല്ലെങ്കിൽ ഭാഗം എന്നാണ് അതിൻ്റെ താല്പര്യം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞില്ലേ, ഫൗഹൈനാ ഇലാ മൂസ അൻ ഇദ്രിബ് ബിഅസാക്കൽ ബഹർ ഫൻഫലഖ് ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം. എന്താ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഫിർഔനും അവൻ്റെ സൈന്യവും പിന്തുടർന്നപ്പോൾ ഇസ്രായേലിനെ കൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സമുദ്ര വക്കിലെത്തി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫൗഹൈനാ ഇലാ മൂസ അൻ ഇദ്രിബ് ബിഅസാക്കൽ ബഹർ. മൂസക്ക് നാം ബോധനം നൽകി, വഹി നൽകി, അദ്ദേഹത്തിന് വടി കൊണ്ട് സമുദ്രത്തിൽ തല്ലുവാൻ. അങ്ങനെ സമുദ്രത്തിൽ തച്ചപ്പോൾ ഫൻഫലഖ്, സമുദ്രം പിളർന്നു. ഫകാന കുല്ലു ഫിർഖിൻ, സമുദ്രം പിളർന്നപ്പോൾ ഓരോ ഫിർഖുമായി എന്നാണ്. സമുദ്രത്തിൻ്റെ ഓരോ രണ്ട് ഭാഗവും വടി തച്ച അതിനപ്പുറപ്പുറമുള്ള രണ്ട് ഭാഗവുമായി കത്തൗദിൽ അദീം, വലിയ പർവ്വതത്തെ പോലെയായി. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഖിൻ എന്ന് പറഞ്ഞു, മനസ്സിലായത്? ആ ഫിർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗവും നട്ടു. ഈ അർത്ഥമാണ് അൽ ഫിർഖത്തി നാജിയ എന്നുള്ളിടത്ത് ഉദ്ദേശിക്കുന്നത്. ഫഹാദാ ഇഅ്തിഖാദു അൽ ഫിർഖത്തി നാജിയ, അൽ ഫിർഖത്തു നാജിയത്തിൻ്റെ വിശ്വാസ അഖീദയാകുന്നു ഇത് എന്നാണ്. അപ്പോൾ അൽ ഫിർഖ എന്ന് പറഞ്ഞ വിഭാഗം, അതിനെ അന്നാജിയത്തി എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ എല്ലാ വിഭാഗങ്ങളുമല്ല അവിടെ ഉദ്ദേശം അന്നാജിയത്തായിട്ടുള്ള വിഭാഗമാണ്. കാരണം നാജിയത്ത് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ട കക്ഷി എന്നാണ് അതിൻ്റെ അർത്ഥം, രക്ഷപ്പെട്ട വിഭാഗം. അപ്പോൾ ഈ നാജിയത്ത് എന്നുള്ള വിശേഷണം കൊണ്ട് ഇവിടെ ഇഅ്തിഖാദുൽ ഫിർഖ, അൽ ഫിർഖയെ വിശേഷിപ്പിച്ചതിൽ നിന്ന് അൽ ഹാലികത്ത് എന്നുള്ള ആ വിഭാഗം ഒഴിവായി. അപ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വിശദീകരിക്കുന്നത് രക്ഷപ്പെട്ട അൽ ഫിർഖത്തിൻ്റെ കക്ഷിയുടെ അഖീദയെയാണ്, നശിച്ചു പോയ ഫിർഖത്തിൻ്റെ അഖീദയെ അല്ല. എന്താണ് അന്നാജിയ എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വിശേഷിപ്പിക്കാൻ കാരണം? അൽ ഫിർഖത്തു നാജിയ എന്ന ഹദീസിൽ വന്നിട്ടില്ല, പക്ഷേ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ വിശേഷണം. ഏത് ഹദീസിലാണ് ഈ കക്ഷിക്ക് അന്നാജിയ എന്നുള്ള വിശേഷണം ചേർക്കാവുന്ന തെളിവുള്ളത്? അത് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും അതേപോലെ അനസിൽ നിന്നും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രസിദ്ധമായ ഫിർഖത്തിനെ കുറിച്ചുള്ളതായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മത്തി അലാ 73 ഫിർഖ. ആദ്യം ജൂതരുടെ വിഷയത്തിൽ പറഞ്ഞു, അലാ വഇന്നൽ യഹൂദ ഇഫ്തറഖത് അലാ 71 വഇന്നൻ നസാറ ഇഫ്തറഖത് അലാ 72 ഫിർഖ വഇന്ന ഹാദിഹിൽ ഉമ്മ സതഫ്തരിഖു അലാ 73 ഫിർഖ കുല്ലുഹാ ഫിന്നാരി ഇല്ലാ വാഹിദ വഹിയൽ ജമാഅ. അറിയുക, വഇന്നൽ യഹൂദ ഇഫ്തറഖത് അലാ 71, ജൂതന്മാർ 71 കക്ഷികളായി പിരിഞ്ഞു. വഇന്നൻ നസാറ ഇഫ്തറഖത് അലാ 72 ഫിർഖ, നസാറാക്കൾ 72 കക്ഷികളായിട്ട് പിരിഞ്ഞു. വഇന്ന ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത്, മറ്റൊരു റിപ്പോർട്ടിൽ വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് വഴി പിരിയും. അലാ 73 ഫിർഖ, 73 കക്ഷികളായി. കുല്ലുഹാ ഫിന്നാർ, അവയെല്ലാം നരകത്തിലായിരിക്കും. ഇല്ലാ വാഹിദ, ഒരൊറ്റ കക്ഷി ഒഴിച്ച്. വഹിയൽ ജമാഅ, അതത്രേ അൽ ജമാഅത്ത്. മറ്റൊരു റിപ്പോർട്ടിൽ ഈ അൽ ജമാഅ എന്നുള്ളതിൻ്റെ വിവരണം പറഞ്ഞത് മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ അസ്ഹാബുകളും ഏതൊന്നിലാണോ അതിന്മേലുള്ളവർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ഹദീസിൽ ഫിർഖത്തിനെ കുറിച്ചുള്ളതായി ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാലികത്തായ നാശകാരികമായ ഫിറഖുകളെ കുറിച്ച് പറഞ്ഞു. നാജിയത്തായ ഫിർഖത്തിനെ കുറിച്ച് പറഞ്ഞു, രക്ഷപ്പെടുന്നതായ കക്ഷിയെക്കുറിച്ച് പറഞ്ഞു. അതാണ് അൽ ജമാഅ, സത്യത്തിന്മേൽ സംഘടിക്കുന്ന കക്ഷി, അല്ലെങ്കിൽ മാ അന അലൈഹി
വ അസ്ഹാബി, അല്ലെങ്കിൽ അലാ മിസ്ലി മാ അന അലൈഹി വ അസ്ഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളും ഏതൊരു ആദർശത്തിലാണോ, ഏതൊരു അമലിലാണോ, ഏതൊരു വിശ്വാസത്തിലാണോ അതിന്മേൽ നീലറി ഉറപ്പിക്കുന്നവർ, അവർ ഫിർഖത്തുൻ നാജിയാണ്, രക്ഷപ്പെട്ട കക്ഷിയാണ്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അന്നാജിയത്ത് എന്ന് ഈ വിഭാഗത്തിന് വിശേഷണം നൽകിയത്. ഇവിടെ രക്ഷപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്ന് രക്ഷപ്പെട്ടവർ? അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നാജിയത്തുൻ യാനി അന്നഹ നാജിയത്തു മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട കക്ഷിയാണത്. വഹിയ നാജിയത്തു ഫി ദുനിയ മിൻ ഇഖാബില്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ദുനിയാവിൽ രക്ഷപ്പെട്ട കക്ഷിയാണവർ. വമിൻ അൻവായി ഉഖൂബാതിഹി വസഖതിഹി, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും അള്ളാഹുവിൽ നിന്നുള്ള ഇതര ശിക്ഷകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട കക്ഷിയാണവർ. ആഖിറത്തിലാകട്ടെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കക്ഷിയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്നും കോപത്തിൽ നിന്നും അതേപോലെ പരലോകത്ത് നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടതായ കക്ഷി, ആ കക്ഷിയുടെ അൽ ഫിർഖത്തുൻ നാജിയയുടെ ഇഅ്തിഖാദ്, വിശ്വാസമാണ്, അഖീദയാണ് ഹാദ, ഇത് എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തൻ്റെ ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ ഉണർത്തുന്നത്, അദ്ദേഹം വിവരിക്കാൻ പോകുന്ന വിശ്വാസത്തെക്കുറിച്ച്. ഈ അൽ ഫിർഖത്തുൻ നാജിയ ആരാണ്? രക്ഷപ്പെട്ട, രക്ഷയുടെ കക്ഷി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അതിനെക്കുറിച്ച് ഉണർത്തിയത് ഇല്ലം യകൂനു അഹ്ലൽ ഹദീസ് ഫലാ അദ്രി മൻഹും, അവർ അഹ്ലുൽ ഹദീസ് അല്ല എങ്കിൽ പിന്നെ അവർ ആരാണ് എന്ന് എനിക്കറിയുകയില്ല എന്നും. അപ്പോൾ അഹ്ലുൽ ഹദീസാണ് അൽ ഫിർഖത്തുൻ നാജിയ. മറ്റു ചില പണ്ഡിതന്മാർ അവർ അഹ്ലുൽ ഇൽമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ ഇൽം എന്ന് പറഞ്ഞാൽ കിതാബിലും സുന്നത്തിലും സച്ചരിതരുടെ ആസാറുകളിലും ജ്ഞാനമുള്ള പണ്ഡിതന്മാർ, അവർ തന്നെയാണ് അഹ്ലുൽ ഹദീസ്, അഹ്ലുൽ ഹദീസി വൽ ആസാർ. അപ്പോൾ രക്ഷപ്പെട്ട കക്ഷിയുടെ ഉദ്ദേശം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹി വന്നത് അവർ അഹ്ലുൽ ഹദീസിൻ്റെ അഥവാ ഹദീസിൻ്റെയും ആസാറിൻ്റെയും വാക്താക്കളായ സച്ചരിതരായവരെല്ലാം അൽ ഫിർഖത്തുൻ നാജിയയാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കുവാനുള്ളത്. അൽ ഫിർഖത്തുൻ നാജിയ, പിന്നെ അതിന് ഒരു വിശേഷണമുള്ളത് അൽ മൻസൂറ ഇലാ ഖിയാമിസ് സാഅ എന്നാണ്. അൽ മൻസൂറ എന്ന് പറഞ്ഞാൽ നസ്ർ ലഭിക്കപ്പെട്ട, വിജയം ലഭിക്കുന്ന കക്ഷി എന്നാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ ഒരു വിശേഷണം അൽ മൻസൂറത്തി ഇലാ ഖിയാമിസ് സാഅ, അന്ത്യനാൾ സംഭവിക്കുന്നതുവരേക്കും നസ്ർ ലഭിക്കപ്പെടുന്ന, അള്ളാഹുവിൽ നിന്നുള്ള സഹായം, അല്ലെങ്കിൽ എവിടെ നിന്നെല്ലാം സഹായം ഉണ്ടോ ആ സഹായമൊക്കെ ലഭിക്കപ്പെടുന്ന വിഭാഗം എന്ന് പേര് വെക്കാൻ, അല്ലെങ്കിൽ അതിനെ ഈ കക്ഷിയെ വിശേഷിപ്പിക്കാൻ ശൈഖുൽ ഇസ്ലാമിന് പ്രചോദനം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു വചനമാണ്. ഇമാം ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സഹിഹായിട്ടുള്ള ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി അലൽ ഹഖ് മൻസൂറ ലാ യദുറുഹും മൻ ഖദലഹും ഹത്താ യഅതി അംറുല്ലാഹ്. എന്താ? ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളിൽ നിന്ന് ഒരു വിഭാഗം ആയിക്കൊണ്ടേയിരിക്കും, അലൽ ഹഖ്, സത്യത്തിന്മേൽ, മൻസൂറത്തൻ, സഹായം ലഭിക്കപ്പെടുന്നവരായി, ലാ യദുറുഹും, അവർക്ക് വിനയാവുകയില്ല, മൻ ഖദലഹും, അവരെ അപമാനിക്കുന്നവർ, ഹത്താ യഅതി അംറുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് വരേക്കും, അന്ത്യനാൾ സംഭവിക്കുന്നത് വരേക്കും ഈ വിഭാഗം വിജയം ലഭിക്കുന്നവരും സഹായം ലഭിക്കുന്നവരുമായിരിക്കും.
ഈ ഹദീസിൽ ഒരു വിഭാഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അന്ത്യനാൾ സംഭവിക്കുന്നത് വരേക്കും അവർ സത്യത്തിന്മേൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. അവരെ ആക്ഷേപിക്കുന്നവരും അധിക്ഷേപിക്കുന്നവരുണ്ടാകും, പക്ഷെ അതൊന്നും അവർക്കൊരു പോറലും ഏൽപ്പിക്കൂല. അവർ സഹായം ലഭിക്കപ്പെടുന്നവരായിരിക്കും, വിജയത്തിൻ്റെ വാഗ്ദാക്കളായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹദീസിൽ സഹായം ലഭിക്കപ്പെടുന്ന അന്ത്യനാൾ വരേക്കും വിജയം ഉണ്ടാകുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഹദീസിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അൽ ഫിർഖത്തു നാജിയ, വിജയത്തിൻ്റെ കക്ഷിയായ ഈ കക്ഷിക്ക് അൽ മൻസൂറത്തി ഇലാ ഖിയാമിസ, ഖിയാമത്ത് നാൾ വരേക്കും നസ്ർ ലഭിക്കപ്പെടുന്ന, സഹായം ലഭിക്കപ്പെടുന്നതായ കക്ഷി എന്ന് വിശേഷണം നൽകിയത്. ഇവിടെ ഒരു ഇഷ്കാൽ ഉണർത്താറുള്ളത്, അന്ത്യനാൾ സംഭവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും മോശമായ ഒരു ജനവിഭാഗം ഇവിടെ കഴിയുമ്പോൾ എന്നാണ്. ഇബ്നു മസ്ഊദിൽ നിന്ന് ഇമാം അബൂ യഅലയും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞായിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്ന ശിറാറൻ നാസ് മൻ തഖൂമു അലൈഹിം അസ്സാഅ വമൻ യത്തഖിദുൽ ഖുബൂറ മസാജിദ്. ജനങ്ങളിൽ ഏറ്റവും നീചന്മാർ ആരുടെ മേലാണോ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് അവരാണ്. പള്ളികളെ, ഖബറുകളെ പള്ളികളാക്കി സ്വീകരിക്കുന്നവരുമാണ്, ആരാധനാലയങ്ങളാക്കി സ്വീകരിക്കുന്നവരുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ രണ്ട് കൂട്ടരാണ് ഏറ്റവും മോശക്കാർ. അപ്പോൾ അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ജീവിച്ചിരിപ്പുള്ളവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, ഏറ്റവും മോശക്കാരായിരിക്കുമെന്നവർ. മറ്റൊരു റിപ്പോർട്ടിൽ ലാ തഖൂമു സാഅതു ഹത്താ ലാ യുഖാല ഫിൽ അർദി അല്ലാഹ് അല്ലാഹ്, അന്ത്യനാൾ സംഭവിക്കുകയില്ല ഭൂമിയിൽ അല്ലാഹ് അല്ലാഹ് എന്ന് പറയാത്തിടത്തോളം കാലം. അപ്പം ഭൂമിയിൽ അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാവില്ല അന്ത്യനാൾ സംഭവിക്കും. അത്രയും മോശക്കാരായിരിക്കും അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുക എന്നുള്ളത്. സഹിഹായ ഹദീസിൽ കാണാം ഈ വിഷയത്തിൽ, അന്നഹു യബ്അസുല്ലാഹു ഖബ്ല ഖിയാമി സഅതി റീഹൻ, അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുമ്പായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാറ്റിനെ നിയോഗിക്കും. തഖ്ബദു അർവാഹൽ മുഅ്മിനീൻ, ആ കാറ്റ് വന്ന് മുഅ്മിനീങ്ങളുടെ റൂഹിനെ പിടിക്കും. ഫലാ യബ്ഖാ മുഅ്മിനുൻ ഇല്ലാ ഖുബിദത് റൂഹുഹു, ഒരൊറ്റ മുഅ്മിനും ബാക്കിയാവുകയില്ല അയാളുടെ ആത്മാവിനെ പിടിക്കപ്പെടാതെ. അപ്പോൾ ഇവിടെ അന്ത്യനാൾ സംഭവിക്കുന്ന സമയത്ത് സജ്ജനങ്ങൾ ഉണ്ടാവില്ല, അല്ലാഹ് എന്ന് പറയുന്ന ആളുകൾ പോലും ഉണ്ടാവില്ല. ഒക്കെ എന്ത് ചെയ്യും? അതിനു മുമ്പായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാറ്റിനെ നിയോഗിക്കുകയും ആ കാറ്റ് വിശ്വാസികളുടെ ആത്മാവ് പിടികൂടും, നീചന്മാരെ ഇവിടെ ശേഷിപ്പിക്കും, അവരുടെ മേലായിരിക്കും ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്നറിയിക്കുന്നു. ഇമാം ഹാക്കിം അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇപ്രകാരമാണ് ആ വിഷയത്തിലുള്ളത്, വയബ്അസുല്ലാഹു റീഹൻ റീഹുഹാ റീഹുൽ മിസ്ക് വമസ്സുഹാ മസ്സുൽ ഹരീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാറ്റിനെ നിയോഗിക്കും. ആ കാറ്റിന് കസ്തൂരിയുടെ നറുമണമായിരിക്കും, അതിൻ്റെ സ്പർശനം പട്ടിൻ്റെ സ്പർശനമായിരിക്കും. ഫലാ തത്റുകു അഹദൻ ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ ഈമാൻ, പരമാണുവിൻ്റെ തൂക്കം ഹൃദയത്തിൽ ഈമാനുള്ളവരെയൊക്കെ ആ കാറ്റ് ഇല്ലാ ഖബ്ലതുഹു, മരണത്തിലൂടെ പിടികൂടും. സുമ്മ യബ്ഖാ ശിറാറുൻ നാസ്, പിന്നീട് ശേഷിക്കുന്നത് ജനങ്ങളിൽ അതിനീചന്മാരായിരിക്കും. ഫഅലൈഹിം തഖൂമു സഅ, അവരുടെ മേലാണ് അന്ത്യനാൾ സംഭവിക്കുക എന്നാണ്. അപ്പോൾ അന്ത്യനാൾ സംഭവിക്കൽ ഏറ്റവും നീചന്മാരുടെ മേലായിരിക്കും, അവരുണ്ടാകുമ്പോഴാണ്. അപ്പോൾ അന്ത്യനാൾ വരേക്കും മൻസൂറ അൽ മൻസൂറത്തി ഇലാ ഖിയാമിസ എന്ന് പറഞ്ഞ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരേക്കും നസ്ർ, സഹായവും വിജയവും ലഭിക്കപ്പെടുന്ന വിഭാഗം എന്ന് അൽ ഫിർഖത്തു നാജിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ അന്ത്യനാൾ സംഭവിക്കുന്നത് വരേക്കും എന്ന് പറയുമ്പോൾ അന്ത്യനാൾ സംഭവിക്കുമ്പോൾ അപ്പോൾ ഇവിടെ അൽ ഫിർഖത്തു നാജി ഉണ്ടാകും എന്നതിൽ നിന്ന് കിട്ടൂലേ? ഇല്ല. എന്തുകൊണ്ട്? ഇവിടെ ഹദീസിൻ്റെ
അല്ലെങ്കിൽ ഈ പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ അൽ മൻസൂറത്ത് ഇലാ ഖിയാമിസ എന്നുള്ളതിൻ്റെ ഉള്ള ഉദ്ദേശം അതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന അൽ മൻസൂറത്ത് ഇലാ ഖുർബി ഖിയാമിസ, അന്ത്യനാൾ സംഭവിക്കുന്നതിന് അടുത്ത് വരെ. കാരണം എന്തുകൊണ്ട്? അന്ത്യനാൾ സംഭവിക്കുന്നതിന് തൊട്ട് മുന്നായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാറ്റിനെ നിയോഗിക്കുക. ആ കാറ്റ് നിയോഗിക്കുന്നതോടു കൂടി അണുമണിത്തൂക്കം ഹൃദയത്തിൽ ഈമാനുള്ളവരൊക്കെ കാറ്റിലൂടെ എന്ത് ചെയ്യും? മരിപ്പിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അന്ത്യനാൾ സംഭവിക്കുന്നതിനോട് അടുക്കുന്നത് വരെ അള്ളാഹുവിൽ നിന്ന് നസ്ർ ലഭിക്കുന്ന വിഭാഗമാണ് അൽ ഫിർഖത്തുൻ നാജിയ. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഇവിടെ ആരുണ്ടാവുകയില്ല? അൽ ഫിർഖത്തുൻ നാജിയ ഉണ്ടാവുകയില്ല. അങ്ങനെ മനസ്സിലാക്കുന്നത് സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതാണ് ഞാൻ ഇവിടെ നിങ്ങളെ പ്രത്യേകം ഉണർത്തുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല ഇവിടെ ഉണർത്തുന്നത് ഈ ഗ്രന്ഥം അദ്ദേഹം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൽ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെട്ട കക്ഷി, അൽ മൻസൂറത്ത് ഇലാ ഖിയാമിസ, അന്ത്യനാള് സംഭവിക്കുന്നതിനോടടുത്ത് വരെ അള്ളാഹുവിൽ നിന്നുള്ള നസ്ർ ലഭിക്കപ്പെടുന്നതായ കക്ഷി, അവരുടെ വിശ്വാസം എഴുത്തിക്കാതാണ് ഇവിടെ ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത്. പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയുകയാണ്, അഹ്ലി സുന്നതി വൽ ജമാഅത്തി, വിജയത്തിൻ്റെ കക്ഷിയാണ് ഫിർഖത്തുൻ നാജിയ, രക്ഷയുടെ കക്ഷി. അതേപോലെ തന്നെ അൽ മൻസൂറ, രക്ഷയും നസ്റും വിജയവും ലഭിക്കപ്പെടുന്ന കക്ഷി. ഈ കക്ഷി ആരാണ്? അവരാണ് അഹ്ലി സുന്നത്തി വൽ ജമാഅ. അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അപ്പോൾ അൽ ഫിർഖത്തുൻ നാജിയ എന്ന് പറഞ്ഞാൽ, അൽ ഫിർഖത്തുൽ മൻസൂറ അല്ലെങ്കിൽ ത്വായിഫത്തുൽ മൻസൂറ എന്ന് പറഞ്ഞാലും, അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാലും എല്ലാം വിവിധ പേരുകളാണ് ഒരേ ആശയത്തിൽ. എന്താണ് അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ? അവർ തന്നെയാണ് ഫിർഖത്തുൻ നാജിയ. പക്ഷേ അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അവർ സുന്നത്തിൻ്റെ അഹ്ലുകാരാണ്. അഹ്ലു സുന്നത്തി പറഞ്ഞാൽ സുന്നത്തിൻ്റെ അഹ്ലുകാർ, ആളുകൾ, അതിനർഹരായവർ, അതിൻ്റെ അസ്ഹാബുകൾ, വാക്താക്കൾ. എന്താ സുന്നത്ത് എന്ന് പറഞ്ഞാൽ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഹിയ തരീഖത്തുല്ലതി കാന അലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഖ്വാലിഹി വ അഫ്ആലിഹി വ തഖ്രീറാതിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗമാണ് സുന്നത്ത്. റസൂലുള്ളാഹിന്റെ മാർഗം എന്നാണ് റസൂലുള്ളാഹിന്റെ വാക്കുകൾ, പ്രവൃത്തികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകാരം നൽകിയ കാര്യങ്ങൾ. അഹ്ലുസുന്നത്തിന് അഹ്ലുസുന്ന എന്ന് പേരിടാൻ കാരണം അവർ സുന്നത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലേക്ക് തങ്ങളെ ചേർക്കുന്നു എന്നത് കാരണത്താലാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലേക്ക് തങ്ങളെ ചേർത്തത് കാരണത്താലാണ് അഹ്ലുസുന്നത്തി, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൻ്റെ വാക്താക്കൾ, ആളുകൾ, അസ്ഹാബുകൾ, അഹ്ലുകാർ എന്ന് അവർ വിളിക്കപ്പെട്ടത്. മറ്റു പിഴച്ച കക്ഷികളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അവരുടെ പിഴച്ച വിശ്വാസങ്ങളിലേക്കായിരിക്കും അവരെ ചേർത്തി പറയാം. അപ്പം ഖദരിയാക്കൾ ഖദറിനെ നിഷേധിക്കുന്നവരാണ്. അവരുടെ വിശ്വാസം പിഴച്ചതാണ്. ഖദറിനെ നിഷേധിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്നാണ് പുറത്താക്കുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദരിയാക്കളെ കുറിച്ച് മജൂസ് ഹാദിയിൽ ഉമ്മ എന്ന് പറഞ്ഞു, ഈ ഉമ്മത്തികളിലെ മജൂസികൾ എന്ന് പറഞ്ഞു. ഖദരിയാക്കൾ അവർക്ക് പേരിട്ടത് അവരുടെ പിഴച്ച ആദർശത്തിനനുസരിച്ച് ഖദരിയ എന്നാണ്, അതിലേക്ക് ചേർത്തത്. അതേപോലെ തന്നെ ചിലരെന്തെയും അവരുടെ പിഴച്ച ഇമാമിലേക്ക് ചേർത്തിട്ട് പറയും. ഇപ്പോൾ ജഹ്മു ബിൻ സഫ്വാനിലേക്ക് ചേർത്തിട്ട് ജഹ്മിയ പറയുന്നു. ജഹ്മു ബിൻ സഫ്വാൻ ഏറ്റവും വലിയ ധിക്കാരിയായിരുന്നു, അള്ളാഹിൻ്റെ സിഫാത്തുകളെ നിഷേധിക്കുന്ന ദുഷ്ടനായിരുന്നു. അയാൾ ഇസ്ലാമിക ശിക്ഷാ കോടതിയുടെ ശിക്ഷാ നിയമപ്രകാരം വധിക്കപ്പെട്ട ഒരു ക്രൂരനായിരുന്നു. മനസ്സിലല്ലേ? അതിലേക്ക് ചേർത്തത്. എന്നാൽ സത്യത്തിൻ്റെ വാക്താക്കളെ സംബന്ധിച്ചിടത്തോളം, ഹക്കിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പിഴച്ച വിശ്വാസ കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ പിഴച്ച നേതാക്കന്മാരിലേക്കോ തങ്ങളെ ചേർത്ത് പറയുകയില്ല. പ്രത്യുത അവരുടെ നിസ്ബത്ത്, അവരുടെ ചേർത്ത് പറയൽ
സുന്നത്തിലേക്ക്, ഹദീസിലേക്ക്, അസറുകളിലേക്ക്, അല്ലെങ്കിൽ സച്ചരിതയിലേക്ക് ഇങ്ങനെ അയക്കും. അതുകൊണ്ടാണ് സത്യത്തിൻ്റെ വക്താക്കൾ അഹ്ലു സുന്നത്തി വൽ ജമാഅ, അഹ്ലുൽ ഹദീസ്, അഹ്ലുൽ അസർ, അഹ്ലുൽ സലഫ്, അല്ലെങ്കിൽ സലഫിയൂൻ, സലഫിയ എന്നൊക്കെ പേരിലേക്ക് തങ്ങളെ ചേർത്ത് പറയുന്നത്. കാരണം അവരുടെ നിസ്ബ എപ്പോഴും സത്യവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സത്യത്തിൻ്റെ വാക്താക്കളുമായി ബന്ധപ്പെട്ട് ഉള്ളതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ സുന്നത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് അഹ്ലു സുന്നത്ത് എന്ന് വിജയത്തിൻ്റെ കക്ഷിയായ, നസ്ർ ലഭിക്കപ്പെടുന്ന വിഭാഗമായ ആ വിഭാഗത്തെ ശൈഖുൽ ഇസ്ലാം അഹ്ലു സുന്നത്തി എന്ന് വിശേഷിപ്പിച്ചത്. കാരണം അവർ സുന്നത്തിൻ്റെ വാക്താക്കളാണ് ഏത് സന്ദർഭങ്ങളിലും സമയങ്ങളിലും. ബിദ്അത്തുകൾ അവർ കൈയൊഴിക്കുന്നവരാണ്, ബിദ്അത്തുകൾക്കെതിരിൽ അവർ പ്രവർത്തിക്കുന്നവരാണ്, ബിദ്അത്തുകളെ ഉന്മൂലനം ചെയ്യുവാൻ അവർ കഠിനാധ്വാനം നടത്തുന്നവരാണ്. തങ്ങളുടെ ക്ഷാമകാലത്തും ക്ഷേമകാലത്തും ഒരുപോലെ സുന്നത്ത് പിൻപറ്റുന്നവരാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുമായി ബന്ധപ്പെട്ട് ഇമാം ദഹബി, അൽ ഹാഫിദു ദഹബി സിയർ അലാമിൻ നുബലായിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവം വളരെ ശ്രദ്ധേയമാണ്. സുന്നത്തിനെ സ്നേഹിക്കുന്നവർ, സുന്നത്തിലേക്ക് തങ്ങളെ നിസ്ബ ചെയ്യുന്നവർ, ചേർക്കുന്നവർ, അതേപോലെ സുന്നത്ത് പ്രചരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാവർക്കും പാഠമാകുന്ന ഒരു സംഭവമാണ് ഇമാം ദഹബി ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സിയറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതെന്താണ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയനായ ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ. അഥവാ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണോ അതല്ല വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമായ അള്ളാഹുവിൻ്റെ സിഫത്താണോ എന്ന വിഷയത്തിൽ മുഅ്തസിലിയാക്കളുമായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആദർശത്തിൽ എതിരാവുകയും മുഅ്തസിലിയാക്കൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ വളരെ മോശമായി കൈകാര്യം ചെയ്യുകയും ചെയ്ത കാലഘട്ടത്തിൽ ഇമാം ബുഖാരിയുടെ ഉസ്താദ് വധിക്കപ്പെട്ടു. ഇമാം ഷാഫി റഹിമഹുള്ളയുടെ ഉസ്താദ് വധിക്കപ്പെടുകയുണ്ടായി. അതേപോലെ തന്നെ നൂഹ് ബിൻ മുഹമ്മദിനെ കൊല്ലതായ ഇമാം അഹ്മദ് ഹംബലിൻ്റെ സമകാലീനരായ പണ്ഡിതന്മാർ വധിക്കപ്പെടുകയുണ്ടായി. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ളവർ ദീർഘകാലം ജയിലിൽ ശിക്ഷിക്കപ്പെടുകയുണ്ടായി. ക്രൂരമായി അവർ മർദ്ദിക്കപ്പെടുകയുണ്ടായി. ഖൽഖുൽ ഖുർആൻ്റെ വിഷയത്തിൽ അബ്ബാസി ഖുലഫാക്കളിൽ മഅ്മൂൻ, അതേപോലെ തന്നെ മുഅ്തസിൽ, അൽ വാസിഖ് ബില്ല, ഈ 3 ഖലീഫന്മാരായിരുന്നു മുഅ്തസിലി വിശ്വാസ അധികാരദണ്ഡ് ഉപയോഗിച്ച് അടിച്ചേൽപ്പിച്ച ഭരണാധികാരികൾ. അൽ വാസിഖ് ബില്ല 3-ൽ അവസാനം വന്ന ഭരണാധികാരി. വാസിഖ് ബില്ലയുടെ ഖിലാഫത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിനോടുള്ള നിലപാട് കർക്കശമാക്കി. ഒന്നുകിൽ നാട് വിടാൻ പറഞ്ഞു, അല്ലെങ്കിൽ വധിക്കപ്പെടുമെന്നുള്ള ഭീഷണിയുണ്ടായി. അങ്ങനെ ഇമാം അഹ്മദ് ബിൻ ഹംബലിന് നാട് വിടേണ്ട ഒരു നിർബന്ധിതാവസ്ഥ ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ആദ്യം ഒളിയിൽ പാർക്കുകയാണ് ചെയ്തത്. ഇബ്രാഹിം ഇബ്നു ഹാനി എന്ന് പറയുന്ന തൻ്റെ സുഹൃത്തിൻ്റെ വീട് സുരക്ഷിതമായ ഒരു താവളമായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അതുകൊണ്ട് തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള ഇബ്രാഹിം ബിൻ ഹാനിൻ്റെ വീട്ടിൽ ഒളിഞ്ഞ് താമസിക്കുകയുണ്ടായി. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്ന ഭാഗം എന്നത് ഇവിടെയാണ്. 3 ദിവസം ആ വീട്ടിൽ ഒളിവിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പാർത്ത്. വാസിഖ് ബില്ലൻ്റെ പിടുത്തത്തിൽ നിന്നും, അയാളുടെ സൈന്യത്തിൻ്റെ പിടുത്തത്തിൽ നിന്നും, ആദർശത്തിൻ്റെ ആളുകളുടെ പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം ബിൻ ഹാനിയോട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ഇനി നിങ്ങൾ എനിക്ക് മറ്റൊരു സ്ഥലം അഭയം തേടാൻ നിങ്ങൾ തിരയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം ബിൻ ഹാനി റഹിമഹുള്ള പറഞ്ഞു, ഇമാം, നിങ്ങൾക്ക് എൻ്റെ ഈ വീടിനേക്കാൾ സുരക്ഷിതത്വമുള്ള മറ്റൊരു വീട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ താമസിക്കുകയാണ് നല്ലത്. മറ്റൊരു അഭയസ്ഥാനം നിങ്ങൾക്ക് ഇതിനേക്കാൾ സുരക്ഷിതമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുന്നോടിയായിട്ട് ശത്രുക്കൾ അദ്ദേഹത്തെ കൊല്ലാൻ തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി വീട് വളഞ്ഞ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആദ്യം അഭയം തേടിയത് സൗറിലാണ്. സൗർ മലയുടെ മുകളിലുള്ള സൗർ ഗുഹയിലാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസമാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അഭയം പാർത്തത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സൗർ മല ഇറങ്ങി മദീനയിലേക്ക് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റേണ്ടവനാണ് ഞാൻ. 3 ദിവസം ഞാൻ നിങ്ങളുടെ വീട്ടിൽ രക്ഷ തേടി ഇവിടെ പാർത്തു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിക്കൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ക്ഷേമകാലത്ത് സുന്നത്ത് പിൻപറ്റുകയും എൻ്റെ ക്ഷാമകാലത്ത് ഞാൻ സുന്നത്ത് ഒഴിവാക്കുകയും ചെയ്യുകയോ, എൻ്റെ എളുപ്പകാലത്തൊക്കെ ഞാൻ സുന്നത്ത് പിൻപറ്റുകയും എനിക്ക് ഞെരുക്കമുണ്ടാകുന്ന സമയത്ത് ഞാൻ സുന്നത്ത് ഒഴിവാക്കുകയും ചെയ്യുകയോ അതുണ്ടാവുകയില്ലെന്ന് പറഞ്ഞ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് മാറിപ്പാർക്കുകയുണ്ടായി എന്നാണ്. അപ്പോൾ നോക്കൂ, നിങ്ങളിവിടെ സുന്നത്ത് പിൻപറ്റുന്ന വിഷയത്തിലുള്ള ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ പോലുള്ളതായ മഹത്തുക്കളുടെ ആ സൂക്ഷ്മതയും വളരെ ഗൗരവത്തിൽ അവർ അത് പരിഗണിക്കുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്തത്. ഇതാണ് അഹ്ലുസുന്ന, സുന്നത്തിൻ്റെ അഹ്ലുകാർ എന്നവർ വിശേഷിപ്പിക്കുന്നതിൻ്റെ പ്രത്യേകത. സുന്നത്ത് സ്വീകരിക്കുന്നതിൽ, പഠിക്കുന്നതിൽ, മനസ്സിലാക്കുന്നതിൽ അഹ്ലുസുന്ന മുൻപന്തിയിലാണ്. എന്നാൽ അഹ്ലുൽ ബിദഅത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മദ്ഹബിൻ്റെയും ത്വരീഖത്തിൻ്റെയും അതേപോലെ തന്നെ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ പിന്നാലെ അതിൻ്റെ വാക്കുകൾ, അവരുടെ പ്രസ്താവനകൾ, അവരുടെ തിയറികൾ, അവരുടെ സിദ്ധാന്തങ്ങൾ, ഇതിന് പിന്നാലെ നടക്കുകയാണ് ചെയ്യുക. അതിനായിരിക്കും ബിദഅത്തിൻ്റെ ആളുകൾക്ക് ആത്മാഭിമാനം. എന്നാൽ സുന്നത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സ വാച കർമ്മണ സുന്നത്ത് പിൻപറ്റുന്ന വിഷയത്തിലാണ്. അഹ്ലുസുന്നത്തി വൽ ജമാ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം, ആ നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വഴിയും മാർഗ്ഗവുമാണ് സുന്നത്ത്. അൽ ജമാ എന്ന് പറഞ്ഞാൽ, അഹ്ലുസുന്നത്തി വൽ ജമാ എന്ന് പറഞ്ഞാൽ അൽ ജമാഅത്ത് അൽ ഖൗമുൽ മുജ്തമിഊൻ, സംഘടിതരായ ഒരു വിഭാഗം. അതുകൊണ്ട് ഉദ്ദേശം ഈ ഉമ്മത്തുകളിലെ സച്ചരിതരായ സഹാബികൾ, താബിഈങ്ങൾ തുടങ്ങിയുള്ള സത്യത്തിന്മേൽ സംഘടിച്ചവരാണ്. അഥവാ അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ നിന്നും വ്യക്തമായ സത്യത്തിൽ സംഘടിച്ചവർ, അതാണ് അൽ ജമാഅ. കിതാബിലും സുന്നത്തിലും സംഘടിച്ചവർ ആരാ? സഹാബികളും താബിഈങ്ങളും. അപ്പോൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, സുന്നത്തിൻ്റെയും ജമാഅത്തിൻ്റെയും വാക്താക്കൾ അവരാണ് ഫിർഖത്തുൻ നാജിയ, അവരാണ് ത്വായിഫത്തുൽ മൻസൂറ. ഖിയാമത്ത് നാൾ വരേക്കും സഹായം ലഭിക്കപ്പെടുന്ന, വിജയം ലഭിക്കപ്പെടുന്ന, ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ നാശങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും രക്ഷയുള്ള കക്ഷി. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നാം പറഞ്ഞു, കിതാബിലും സുന്നത്തിലും ഉള്ള സത്യത്തിൽ ഒന്നിക്കുന്നവർ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മൈമൂൻ ഇബ്നു അംറിനോട് പറഞ്ഞില്ലേ, അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ് വഇൻ കുൻത വഹദക്. അൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഹഖിനോടൊത്തതാണ്. വഇൻ കുൻത വഹദക്, അത് ഇനി നിങ്ങൾ തനിച്ചാണെങ്കിലും ശരി, ഒരാൾ ഒറ്റക്കാണെങ്കിലും സത്യത്തെ മുറുകെ പിടിക്കുന്നതാണ് ജമാഅത്ത്. സഹാബികളും താബിഈങ്ങളും ഖുർആനിൽ ഒരു കാര്യം കണ്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ അവർ അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യതിചലിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് സഹാബികളെക്കുറിച്ചും താബിഈങ്ങളെക്കുറിച്ചും അൽ ജമാഅ എന്ന് പ്രത്യേകിച്ച് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഈ ജമാഅത്തിൻ്റെയും ഈ സുന്നത്തിൻ്റെയും വാക്താക്കളാണ് വിജയത്തിൻ്റെ കക്ഷിയും രക്ഷയുടെ കക്ഷിയുമായ അൽ ഫിർഖത്തുൻ നാജിയത്തുൽ മൻസൂറ. അവരുടെ ഇഅ്തിഖാദ്, വിശ്വാസമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ വാസിത്തിയയിൽ വിശദീകരിക്കുന്നത്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞത്, ഫഹാദാ ഇഅ്തിഖാദുൽ ഫിർഖത്തിൻ നാജിയത്തിൽ മൻസൂറത്തി ഇലാ ഖിയാമിസ് സാഅത്തി അഹ്ലിസ് സുന്നത്തി വൽ ജമാഅ. എന്താണ് ആ അഖീദ? അത് ഇൻഷാ അല്ലാഹ് നമ്മൾ തുറന്ന് വായിക്കും. ഇവിടെ സന്ദർഭോചിതമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട
ഒരു വിഷയം. വിജയത്തിൻ്റെ കക്ഷി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അൽ ഫിർഖത്തു നാജിയ, രക്ഷയുടെ കക്ഷി ഉണ്ട്. അതേപോലെ തന്നെ അൽ ഫിർഖത്തുൽ ഹാലിക, നാശത്തിൻ്റെ കക്ഷിയുണ്ട്, നാശകാരികളായ കക്ഷിയുണ്ട്. അത് കക്ഷിയല്ല, കക്ഷികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയത്തിൻ്റെ കക്ഷികളാകാൻ നമ്മളോട് പറഞ്ഞു. നാശകാരികളായ കക്ഷികൾ ആവാതിരിക്കാനും അത്തരം കക്ഷികളിൽ നിന്ന് വിട്ടു നിൽക്കാനും നമ്മളോട് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസതഫ്തരിഖു ഹാദിഹി ഉമ്മത്തി അലാ 73 ഫിർഖ, ഈ ഉമ്മത്ത് 73 കക്ഷികളാകും. കുല്ലുഹാ ഫിന്നാർ, അവരെല്ലാം നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒന്നൊഴിച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ 72 കക്ഷികളും നരകത്തിലേക്ക് ഉള്ള കക്ഷികളാണ്. ഒന്നാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട അൽ ഫിർഖത്തു നാജിയ. അവരാരാണെന്ന് വെച്ചപ്പോൾ അൽ ജമാഅ എന്ന് പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിൽ മൻ കാന അല മിസ്ലി മാ അന അലൈഹിൽ യൗമ അസ്ഹാബി എന്ന് പറഞ്ഞു. ഞാനും എൻ്റെ അസ്ഹാബുകളും ഏതൊരു ആദർശത്തിലാണോ, ഏതൊരു ദീനിലാണ്, ഏതൊരു അമലിലാണോ അതിൽ നിലയുറപ്പിക്കുന്നവർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഹദീസിൽ നാശകാരികളായ കക്ഷികളെ വെടിയാനുള്ള കൽപ്പന ഉണ്ട്. വിജയത്തിൻ്റെ കക്ഷിയിൽ ഉൾപ്പെടാനുള്ള ആഹ്വാനമുണ്ട്. ഇവിടെ ഒരു ചോദ്യം, നാശകാരികളായ കക്ഷികളെ വെടിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹക്കിൻ്റെ കക്ഷിയോടൊപ്പം നിൽക്കാനും പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിച്ച ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഇമാം ബുഖാരി മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന, ദേഹരിച്ച് സംസാരിക്കുന്ന കക്ഷികളെ കുറിച്ച് പറഞ്ഞില്ലേ, പഴത്തസിൽ തിൽക്കൽ ഫിറഖ കുല്ല, ആ കക്ഷികളെ മുഴുവൻ നീ വെടിയണം എന്ന്. അപ്പം വിജയത്തിൻ്റെ കക്ഷിയോടൊപ്പം നിൽക്കാൻ പറഞ്ഞു. നാശകാരികളായ കക്ഷികളെയും അതേപോലെ തന്നെ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന, തന്നിഷ്ടം പറയുന്ന കക്ഷികളെ വെടിയാനും പറഞ്ഞു. ഇതിനർത്ഥം ഇന്ന് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക രാഷ്ട്രമല്ല, മുസ്ലിം ഭരണാധികാരിയില്ല, പിന്നെ ഇസ്ലാമിക സെൻറ്ററുകളുണ്ട്. മുസ്ലിം മീങ്ങൾക്ക് പല സംഘടനകളുമുണ്ട്. അതിൽ കിതാബും സുന്നത്തും അനുസരിച്ച് കഴിവിൻ പടി ദഅവത്ത് നിർവഹിക്കുന്ന, കിതാബും സുന്നത്തും പഠിപ്പിക്കുന്ന, കഴിവിൻ പടി പഠിച്ചത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന, കിതാബിലേക്കും സുന്നത്തിലേക്കും ദഅവത്ത് നടത്തുന്ന സച്ചരിതരായ നമ്മുടെ സലഫിൻ്റെ മാർഗേണ ചലിക്കണം എന്ന് പറയുന്ന അഹ്ലുൽ ഹദീസിനെ പോലുള്ള, അതേപോലെ കേരള നദ്വത്തുൽ മുജാഹിദീൻ അല്ലെങ്കിൽ ജമിയത്തുൽ ഉലമ പോലുള്ളതായ സംഘടനകളുണ്ട്. ഇത്തരം സംഘടനകളോടൊപ്പം പ്രവർത്തിക്കുകയും അവരെ സഹായിക്കുകയും അവർ മെമ്പർമാരാവുകയും ചെയ്താൽ അത് വിജയത്തിൻ്റെ കക്ഷിയോടൊപ്പം നിന്നു എന്നതായി പരിഗണിക്കപ്പെടുകയില്ലേ? അതല്ല, ഇതുപോലുള്ള സംഘടനകൾ പ്രവർത്തിച്ചാൽ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹദീസിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഫഅതസിൽ തിൽക്കൽ ഫിറഖ കുല്ലഹ, ആ കക്ഷികളെ മുഴുവൻ വെടിയണം എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വെടിയാൻ പറഞ്ഞതായ കക്ഷികളിലാണോ ഈ ഹക്കിലേക്ക് ക്ഷണിക്കുകയും കിതാബും സുന്നത്തും പ്രചരിപ്പിക്കുകയും അതിലേക്ക് ദഅവത്ത് നടത്തുകയും ചെയ്യുന്നതായി ഈ കക്ഷികൾ പെടുക? പലരും അങ്ങനെ ധരിച്ചു വശാകുകയും അങ്ങനെ ആളുകൾക്കിടയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ആ വിഷയത്തിൽ ഗ്രന്ഥരചന മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായ ഇന്ത്യ പോലത്തെ നാട്ടിൽ മുസ്ലിമീങ്ങൾ സംഘടനകളായി കിതാബും സുന്നത്തും പഠിക്കുന്നു, കഴിവിൻപടി പ്രാവർത്തികമാക്കുന്നു, അതിലേക്ക് പ്രബോധനം നടത്തുകയും ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സംഘങ്ങളും സംഘടനകളുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെടിഞ്ഞു നിൽക്കാൻ പറഞ്ഞതായ നരകവാദത്തിലേക്ക് ക്ഷണിക്കുന്ന ആ സംഘങ്ങളാണോ, തന്നിഷ്ടം പറയുന്നതായ സംഘങ്ങളാണോ? അങ്ങനെയാണ് എന്നുള്ളതാണ് സംഘടന തിന്മയാണ് എന്ന് വാദിക്കുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ ഈ ദമ്മാമിലാകട്ടെ, അതേപോലെ തന്നെ റിയാദിലാകട്ടെ, ജിദ്ദയിലാകട്ടെ ഒക്കെ അത്തരം പ്രബോധനങ്ങൾ നടത്തുന്ന ആളുകളെയും അതേപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെയും നമ്മളറിയുന്നതാണ്. ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ സന്ദർഭോചിതമായി കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സൗദി അറേബ്യയിലെ മുമ്പത്തെ ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഫത്വയാണ്. കാരണം നമ്മൾ ഇത്തരം വാക്കുകൾ പറഞ്ഞു നടക്കുന്ന, വിവരക്കേട് പറഞ്ഞു നടക്കുന്ന ഈ ഒറ്റയായിട്ടുള്ള ആളുകളുടെ വാക്കുകളെ മുഖവിലക്കെടുത്താൽ മഹാ അപകടത്തിലാണ് ചെന്ന് ചാടുക എന്നുള്ളത് സംശയമില്ലാത്ത സംഗതിയാണ്. ആളുകൾക്ക് ഇന്ന് ഫത്വ പറയുന്നതിനും അതേപോലെ തന്നെ ആളുകളെ പ്രവർത്തന മേഖലകളിൽ തെറ്റിക്കുന്നതിനും യാതൊരു പ്രയാസമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ആധുനികമായിട്ട് ഉള്ള ഓരോ വിഷയങ്ങളാണ് ദഅവത്തിന് വേണ്ടിയിട്ട് വിവിധ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, ദഅവത്തിന് വേണ്ടിയിട്ട് വിവിധ സംഘങ്ങളും സംഘടനകളും ഉണ്ടാക്കുക, എന്നിട്ട് കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ മൻഹജ് അനുസരിച്ച് ആളുകളെ പ്രബോധനം നടത്തുക എന്നുള്ളതായി വിഷയം. ഇത് പൂർവ്വകാലത്ത് പരിചയമില്ലാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഹദീസിൽ കൈകാര്യം ചെയ്യുന്നത് ഇതാണ് എന്ന് പറഞ്ഞ് അതിനെ വിശദീകരിക്കുമ്പോൾ ആധികാരികർ ഈ വിഷയത്തിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് ഏറെ പ്രാധാന്യമുള്ളതും പ്രസക്തവുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫത്വ നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ വിഷയത്തിൽ കേൾപ്പിക്കുന്നത്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുകയാണ്, ഫി സാഹത്തി മൻ യഖൂൽ ഇന്നൽ ഫിറഖ അല്ലതി വറദ അൽ അംറു ബിഇഅ്തിസാലിഹ ഫി ഹദീസ് ഹുദൈഫ ഹിയ അൽ ജമാഅത്ത് അൽ ഇസ്ലാമിയ്യ. ഇന്ന് ലോകത്ത് ഇപ്രകാരം പറയുന്നവരുണ്ട്, ഹുദൈഫയുടെ ഹദീസിൽ വെടിയുവാൻ വേണ്ടി കൽപ്പന വന്നതായ കക്ഷികൾ ഇസ്ലാമിക സംഘടനകളാണ് എന്ന് പറയുന്നവരുണ്ട്. അതായത് ഇന്ന് കുറേ ആളുകളുണ്ടല്ലോ ഇങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈഫയുടെ ഹദീസിൽ വെടിയാൻ വേണ്ടി പറഞ്ഞത് ഇസ്ലാമിക സംഘടനകളാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഉദാഹരണത്തിന് കസ്സലഫീൻ വൽ ഇഖ്വാൻ വ തബ്ലീഗീൻ, സലഫികളെപ്പോലെ ഇഖ്വാൻ മുസ്ലിമൂനെ പോലെ തബ്ലീഗുകളെപ്പോലെ ഉള്ള സംഘടനകളാണ് എന്ന് പറയുന്നുണ്ട്. ഫമാ ഖൗലു സമാഹത്തിക്കും ഫീ ദാലിക്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഹുദൈഫ റളിയല്ലാഹു അൻഹു ഹദീസ് കൊടുത്ത്
النبي صلى الله عليه وسلم قال لحذيفة لما قال يا رسول الله كنا في جاهلية وشر فجاءنا الله بهذا الخير فهل بعد هذا الخير من شر എന്ന് തുടങ്ങിയിട്ട് ഹുദൈഫ പറയുന്ന ഹദീത്ത് വിശാലമാണ്. അത് കൊടുത്തതിന് ശേഷം ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് ഹാദൽ ഹദീസുൽ അദീം, ഈ മഹത്തായ ഹദീസ് യുബയ്യിനു ലനാ, നമുക്ക് വ്യക്തമാക്കി തരുന്നു അന്നൽ വാജിബ അലൽ മുസ്ലിം, ഒരു മുസ്ലിമിൻ്റെ മേൽ വാജിബായിട്ടുള്ളത് ലുസൂമു ജമാഅത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സംഘത്തെ ജമാഅത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. വ തആവുനു മഅഹും ഫി അയ്യി മകാൻ, ഏത് സ്ഥലത്തായാലും അവരോടൊപ്പം പരസ്പരം സഹകരിക്കുക എന്നുള്ളതാണ്. സവാഉൻ കാനത്ത് ജമാഅത്തൻ വുജിദത് ഫിൽ ജസീറത്തിൽ അറബിയ, ജസീറത്തിൽ അറബിൽ കാണപ്പെട്ട സംഘടനയാകട്ടെ, ഔ ഫി മിസ്ര അല്ലെങ്കിൽ ഈജിപ്തിലാകട്ടെ, ഔ ഫി ഷാം, ഔ ഫിൽ ഇറാഖ്, ഔ ഫി അമേരിക്ക, ഔ ഫി ഔറൂബ, ഔ ഫി അയ്യി മകാൻ, ഈജിപ്തിലാകട്ടെ, സിറിയയിലാകട്ടെ, ഇറാഖിലാകട്ടെ, അമേരിക്കയിലാകട്ടെ, യൂറോപ്പിലാകട്ടെ, എവിടെയാണോ ഒരു ജമാഅത്ത് കാണപ്പെട്ടത് അവരോട് സഹകരിച്ച് നിൽക്കുകയും ആ ജമാഅത്തിനെ മുറുകെ പിടിക്കുകയുമാണ് മുസ്ലിമിൻ്റെ മേൽ വാജിബായിട്ടുള്ളത്. ഫമതാ വജദൽ മുസ്ലിമു ജമാഅത്തൻ, എപ്പോഴാണ് മുസ്ലിം ഒരു സംഘടനയെ കാണുന്നത്, തദൂ ഇലൽ ഹഖ്, ഹക്കിലേക്ക് ക്ഷണിക്കുന്ന, സാഅദഹും, ആ മുസ്ലിം ആ സംഘടനയെ സഹായിക്കട്ടെ, വസാറ മഅഹും, അവരോടൊപ്പം നിൽക്കട്ടെ, വആനഹും, അവരെ സപ്പോർട്ട് ചെയ്യട്ടെ, വശജ്ജഅഹും, അവർക്ക് ധൈര്യം പകരട്ടെ, വസബ്ബതഹും അലൽ ഹഖ് വൽ ബസീറ, സത്യത്തിൻ്റെയും അതേപോലെ ഉൾക്കാഴ്ചയുടെയും വിഷയത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യട്ടെ. ഫൈദ ലം യജിദ ജമാഅത്തൻ ബിൽ കുല്ലിയ, തീരെ ഇങ്ങനെ ഒരു സംഘടനയെ കാണാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഫൈനഹു യൽസമുൽ ഹഖ്, അപ്പോൾ അവൻ സത്യത്തെ മുറുകെ പിടിക്കട്ടെ. വഹുവൽ ജമാഅ, അവൻ തരിച്ചാണെങ്കിലും അപ്പോൾ അവന് വലൗകാന വാഹിദൻ, തരിച്ചാണെങ്കിലും അപ്പോൾ അവനായിരിക്കും അൽ ജമാഅ. കമാ ഖാല ഇബ്നു മസ്ഊദ് ലി അംർ ഇബ്നു മൈമൂൻ അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ് വ ഇൻ കുൻത വഹ്ദക്, സത്യത്തോട് ഒത്തതാണ് ജമാഅത്ത്, അതിൽ താങ്കൾ തനിച്ചാണെങ്കിലും ശരി. ഫഅലൽ മുസ്ലിമി അൻ യത്ലുബൽ ഹഖ്, ഒരു മുസ്ലിമിൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ളത് ഹക്ക് അന്വേഷിക്കുക എന്നുള്ളതാണ്. ഫൈദ വജദ മർക്കസ ഇസ്ലാമിയൻ യദൂ ഇലൽ ഹഖ്, ഹക്കിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഇസ്ലാമിക് സെൻറ്റർ അയാൾ കണ്ടു. ഔ ജമാഅത്തൻ ഫി അയ്യി മക്കാനി യദൂന ഇലൽ ഹഖ്, ഹക്കിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംഘത്തെ എവിടെ അയാൾ കണ്ടു, എവിടെയാകട്ടെ. ഹക്കെന്ന് പറഞ്ഞാൽ ഇലാ കിതാബില്ലാഹി വ സുന്നത്തി റസൂലി, അള്ളാഹിൻ്റെ കിതാബിലേക്കും അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്തിലേക്കും, വൈലൽ അഖീദത്തി ത്വയ്യിബ, നല്ല വിശ്വാസത്തിലേക്കും ക്ഷണിക്കുന്ന സംഘടനയെ ജമാഅത്തിനെ എവിടെ കാണട്ടെ, ഫി ഔറൂബ ഔ ഫി അഫ്രീഖിയ ഔ ഫി അയ്യി മകാൻ, ആഫ്രിക്കയിലാകട്ടെ, യൂറോപ്പിലാകട്ടെ, അതെല്ലാം ഏതൊരു സ്ഥലത്താകട്ടെ, ഫൽയകുൻ മഅഹും, അവൻ അവരോടൊപ്പം നിൽക്കട്ടെ, യത്ലുബ് ഹഖ്, ഹക്ക് അന്വേഷിച്ചുകൊണ്ടും, വയൽതമിസുൽ ഹഖ്, ഹക്കിനെ പരതിക്കൊണ്ടും, വയസ്ബിറു അലൈഹി, അവൻ ആ ഹക്കിൽ ക്ഷമിക്കട്ടെ, വയകൂനു മഅ അഹ്ലിഹി, ആ ഹക്കിൻ്റെ വാക്താക്കളോടൊപ്പം അവനുണ്ടാകട്ടെ. ഹാദാ ഹുവൽ വാജിബ് അലൽ മുസ്ലിം, ഇതാണ് മുസ്ലിമിൻ്റെ മേൽ വാജിബായിട്ടുള്ളത്. ഫൈദാ ലം യജിദ് മൻ യദൂ ഇലൽ ഹഖ്, ഹക്കിലേക്ക് ക്ഷണിക്കുന്നവനെ അവൻ കണ്ടിട്ടില്ല എങ്കിൽ, ലാ ദൗലത്തൻ വലാ ജമാഅത്തൻ, രാഷ്ട്രത്തെയോ ഒരു സംഘടനയെയോ കണ്ടിട്ടില്ലെങ്കിൽ, ലസിമൽ ഹഖ് വാഹിദഹു വസ്തഖാമ അലൈഹി, അവൻ സ്വന്തമായിട്ട് ഹക്കിനെ മുറുകെ പിടിക്കുകയും അതിന്മേൽ അവൻ നിലയുറപ്പിക്കുകയും ചെയ്യട്ടെ. ഫഹുവൽ ജമാഅത്ത് യൗമൈദിൻ കമാ ഖാല ഇബ്നു മസ്ഊദ് ലി അംർ ഇബ്നു മൈമൂൻ, അപ്പോൾ അവനായിരിക്കും ജമാഅത്ത് ഇബ്നു മസ്ഊദിൻ്റെ ആ വാക്കിലുള്ളതുപോലെ. വഫി സമനിന ഹാദാ വൽഹംദുലില്ലാ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന് സർവസ്തുതിയും, തൂജദുൽ ജമാഅത്തുൽ കസീറ ദാഇ ഇലൽ ഹഖ്, ഹക്കിലേക്ക് ക്ഷണിക്കുന്നതായി ധാരാളം സംഘടനകളുണ്ട്. കമാ ഫിൽ ജസീറത്തിൽ അറബിയ, ഈ അറേബ്യൻ ഉപദ്വീപിലുള്ളതുപോലെ അൽ ഹുകൂമത്ത് സഊദിയ, വഫിൽ യമൻ വൽ ഖലീജ് വ മിസ്ര വശാം വഫി അഫ്രീഖിയ വ ഔറൂബ വ അമേരിക്ക വഫിൽ ഹിന്ദ് വ പാകിസ്ഥാൻ വഗൈരി ദാലിക മിൻ അൻഹാഇൽ ആലം. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം ഹക്കിലേക്ക് ക്ഷണിക്കുന്നതായ സംഘടനകളുണ്ട്. തൂജദ് ജമാഅത്തുൽ കസീറ വ മറാകിസു ഇസ്ലാമിയ വ ജംഇയ്യാത്തു ഇസ്ലാമിയ തദഉ ഇലൽ ഹഖ് വ തുബശ്ശിറു ബിഹി, ഹക്കിലേക്ക് ക്ഷണിക്കുകയും ഹക്ക് കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയും വ തുഹദ്ദിറു മിൻ ഖിലാഫിഹി, ഹക്കിനെതിരിലുള്ള ബാത്തിലിനെതിരിൽ മുന്നറിയിപ്പ് നൽകുന്ന ധാരാളം ഇസ്ലാമിക് സംഘങ്ങളും ഇസ്ലാമിക കേന്ദ്രങ്ങളും ഇസ്ലാമിക സംഘടനകളുമുണ്ട്. ഫാലിൽ മുസ്ലിം ഫാലിദ് അല്ലിൽ ഹക്ക്, ഹക്ക് അന്വേഷിക്കുന്ന മുസ്ലിമിൻ്റെ മേൽ വാജിബായത് ഫി അയ്യി മകാൻ, ഏത് സ്ഥലത്താകട്ടെ, അയ്യബ്ഹസൻ ഹാദിഹിൽ ജമാഅത്ത്, ഈ ജമാഅത്തുകളെ സംഘടനകളെ അന്വേഷിക്കുക എന്നുള്ളതാണ്. എന്തിന്? ഫൈദാ വജദ ജമാഅത്തൻ,
ഒരു സംഘടനയെ കണ്ടാൽ ഔ മർക്കസിനെ അല്ലെങ്കിൽ മർക്കസിനെ കണ്ടാൽ ഔ ജമിയത്തിനെ അല്ലെങ്കിൽ സംഘത്തെ കണ്ടാൽ തദൂഇല കിതാബില്ല അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് ക്ഷണിക്കുന്ന വ സുന്നത്ത് റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലേക്ക് ക്ഷണിക്കുന്ന തബിഅഹ അവൻ അതിനെ പിൻപറ്റട്ടെ വലസിമഹ അതിനെ അവൻ വിടാതെ കൂടട്ടെ ക അൻസാരി സുന്ന വി മിസ്ര സുഡാനിലും മിസ്റിലുമുള്ള അൻസാർ സുന്നയെ പോലെ ഒ ജമിയത്ത് അഹ്ൽ ഹദീസ് ബി പാകിസ്ഥാൻ വൽ ഹിന്ദ് ഇന്ത്യയിലും പാകിസ്ഥാനിലുമുള്ള ജമിയത്ത് അഹ്ൽ ഹദീസിനെ പോലെ വഗൈരിഹിം മിമ്മൻ യദഊ ഇലാ കിതാബില്ല വ സുന്നത്ത് റസൂലി അവരല്ലാത്ത വേറെ സംഘടനകളുണ്ട് അള്ളാഹിൻ്റെ കിതാബിലേക്കും അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന വയുഖ്ലിസുൽ ഇബാദത ലില്ലാഹി വഹദ അള്ളാഹുവിന് മാത്രം ഇബാദത്തിനെ നിഷ്കളങ്കമാക്കുന്ന വല യദഊ മഅഹു സിവാ മിൻ അസ്ഹാബിൽ ഖുബൂരി വല ഗൈരിഹിം കബറാളികളോടും മറ്റുള്ളവരോടും ദുആ ചെയ്യാത്ത ഹക്കിലേക്ക് ക്ഷണിക്കുന്ന കിതാബിലേക്ക് സുന്നത്തിലേക്ക് ക്ഷണിക്കുന്ന ധാരാളം സംഘടനകൾ വേറെയുണ്ട്. അങ്ങനെയുള്ള അവരെ അന്വേഷിക്കുകയും എന്നിട്ട് അവരുടെ കൂടെ നിൽക്കുകയും അവരെ പിൻപറ്റുകയും അവരോട് വിടാതെ കൂടുകയും ചെയ്യട്ടെ എന്നാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ നൽകിയതായ ഫത്വ. ഇവിടെ നോക്കി നിങ്ങൾ എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ഷെയ്ഖ് പറയുമ്പോൾ മുസ്ലിം ലോകത്തിൻ്റെ ചിത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. കാരണം എന്താ, പല നാടുകളിലും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇസ്ലാമിക രാഷ്ട്രമല്ല, ഇസ്ലാമിക ഭരണാധികാരികളില്ല. പിന്നെ അവിടെ ഉള്ളത് ഒന്നുകിൽ ഇസ്ലാമിക് സെൻ്ററുകളാണ്, അല്ലെങ്കിൽ ജമാഅത്തുകളാണ്, സംഘടനകളാണ്, അല്ലെങ്കിൽ ജമയാത്ത് സംഘങ്ങളാണ്. മനസ്സിലല്ലേ? അപ്പം മുസ്ലിമിൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ളത് അത്തരം സംഘടനകൾ ആ നാടുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കലാണ് എന്നാണ്. എന്തിന്? അവർ ഹുദൈഫൻ്റെ ഹദീസിൽ പറഞ്ഞ വെടിയാൻ പറഞ്ഞ കക്ഷികളിൽപ്പെട്ടതാണ് മറ്റ് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനും അവരെ ആളുകളിൽ നിന്ന് അകറ്റാനുമല്ല. പ്രത്യേകത തബിഅഹ വലസിമഹ അവരെ പിൻപറ്റാനും അവരോട് വിടാതെ കൂടിയിട്ട് അവരോടൊപ്പം നിന്നിട്ട് കിതാബിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന അതിൽ പങ്കാളികളാകാനാണ്. മനസ്സിലല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം വളരെ ഗൗരവമായിട്ടാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ അൽ ഫിർഖത്തുൻ നാജിയയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ത്വായിഫത്തുൽ മൻസൂറയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. കാരണം വിജയത്തിൻ്റെ കക്ഷി എന്ന് പറഞ്ഞാൽ ആ കക്ഷികൾ ഹക്കിൽ അടിയുറച്ചവരാണ്, കിതാബിലും സുന്നത്തിലും ഇസ്തിമാ ഒരുമിച്ച് കൂടിയവരാണ്. അള്ളാഹുവിൻ്റെ കിതാബും തിരുസുന്നത്തും പഠിച്ച് പ്രാവർത്തികമാക്കി അത് പ്രയോഗവൽക്കരിക്കുന്ന വിഭാഗം, അത് സംഘടനയാകട്ടെ, സംഘമാകട്ടെ, രാഷ്ട്രമാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മർക്കസ് കേന്ദ്രങ്ങളാകട്ടെ, അല്ലെങ്കിൽ വ്യക്തികളാകട്ടെ, അവരെല്ലാവരും അൽ ഫിർഖത്തുൻ നാജിയയിൽ ഉൾപ്പെടുന്നവരാണ്. ഒരിക്കലും അവർ അൽ ഫിർഖത്തുൽ ഹാലിക നാശത്തിൻ്റെ കക്ഷികളല്ല. കൈയൊഴിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കക്ഷിയല്ല എന്നുള്ളത് നമ്മളുടെ ഒരു ഇജ്തിഹാദോ ഗവേഷണമോ അല്ല. പ്രത്യുത അതിന് ആധികാരികരായ പണ്ഡിതന്മാരുടെ മൊഴിയും അവരുടെ ഫത്വയുമാണ്. മനസ്സിലായി? ഈ ഇത്തരം സൂക്ഷ്മമായ ഫത്വയുടെ വെളിച്ചത്തിലായിരിക്കണം നമ്മൾ നമ്മുടെ നിലപാടുകൾ വിശിഷ്യ നമ്മൾ നാട് പോലുള്ള നാടുകളിൽ സ്വീകരിക്കേണ്ടത് എന്ന് ഉണർത്തുകയാണ്. പല ആളുകളും സത്യത്തിൻ്റെ ഹക്കിൻ്റെ കക്ഷികളെ വെടിയാനും അതിൽ നിന്ന് വിട്ടു നിൽക്കുവാനും പറയുന്നു. അവർ ഫത്വ കൊടുക്കുന്നു. യാതൊരു സങ്കോചവുമില്ലാതെ അവർ അതിനു വേണ്ടിയിട്ട് അവരുടെ സമയങ്ങൾ ചെലവഴിക്കുന്നു. ചെറിയ ചെറിയ കുറവുകൾ പെരുപ്പിച്ച് പറയുകയും അതേപോലെ തന്നെ ന്യൂനതകളെ മാത്രം എണ്ണി അത് ജനമധ്യത്തിലേക്ക് എറിയുകയും അങ്ങനെ ഹക്കിൻ്റെ കക്ഷിയെ ക്ഷയിപ്പിക്കുകയും അവരുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുകയും സജീവമായിട്ടുള്ള പ്രവർത്തകരെ പോലും നിർജ്ജീവമാക്കുന്ന രീതിയിലേക്ക് അവരെ മാറ്റുകയും ചെയ്യുന്ന ഒരു ദുർഗതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പിഴച്ച കക്ഷികൾ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് സുരക്ഷിതമാണ്. എന്നാൽ ഹക്കിൻ്റെ ആളുകളെ നോക്കി മാത്രം വലമീശുന്ന ഒരു രീതിയാണ് ഇത്തരം സംഘടന തിന്മയാണെന്ന് പറഞ്ഞ് നടക്കുന്ന പലരിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമുക്ക് അനുഭവമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആധികാരികരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞ ഫത്വ ഈ രീതിയിലുള്ളത് പഠിച്ച് മനസ്സിലാക്കണം എന്ന് ഉണർത്തുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഫിർഖത്തുൻ നാജിയയുടെ ഇഅ്തിഖാദാണ് വിശദീകരിക്കുന്നത്. അൽ വിഷയത്തിൽ എന്താണ് അൽ ഫിർഖത്തുൻ നാജിയ എന്നുള്ളതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഉദ്ദേശിച്ചത്, അതേപോലെ തന്നെ അൽ മൻസൂറ ഇലാ ഖിയാമിസ്സാ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്,
അഹ്ലു സുന്നത്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്, അതേപോലെ വൽ ജമാഅത്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്, അത് പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്നത്. അതാണ് ഏതാനും സമയങ്ങളിൽ നമ്മളിവിടെ വിശദീകരിച്ചത്. അതിൽ ഉദ്ദേശിക്കപ്പെടുന്നതെന്ത്, ഉദ്ദേശിക്കപ്പെടാത്തതെന്ത്, അതാണ് നമ്മൾ അതോടനുബന്ധിച്ച് ഇവിടെ കേൾക്കുകയുണ്ടായത്. ഹക്കിനെ പിൻപറ്റുക, ബാത്തിൽ കൈയൊഴിക്കുക. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹുവിൻ്റെ പാശം നിങ്ങളെല്ലാവരും മുറുകെ പിടിച്ച് ജീവിക്കുക. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിക്കുവാൻ പാടുള്ളതല്ല. ഹക്ക് വന്നാൽ ഹക്ക് മുറുകെ പിടിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ ഐക്യം ഉണ്ടാകും. ബാത്തിൽ അത് ആളുകൾക്കിടയിൽ അനൈക്യവും ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന വിഷയങ്ങളിൽ അത് അടിസ്ഥാനപരമായ വിഷയങ്ങളാകട്ടെ, കർമ്മശാസ്ത്ര സംബന്ധികളായ വിഷയങ്ങളാകട്ടെ, ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹ് വറസൂൽ, നിങ്ങൾ ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയിലാവുകയാണ് എങ്കിൽ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കും മടക്കുക. അള്ളാഹുവിലേക്കും അഥവാ അള്ളാഹുവിൻ്റെ കിതാബിലേക്ക്, അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലേക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന വിഷയങ്ങൾ മടക്കിയിട്ടുണ്ട് എങ്കിൽ അതിനാൽ ഐക്യം ഉണ്ടാകും. അതേസമയം അഭിപ്രായ ഭിന്നതയുള്ള വിഷയം അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ കിതാബിലേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലേക്കും മടക്കാത്ത അവസ്ഥ ഉണ്ടാവുകയാണ് എങ്കിൽ അനൈക്യം നിലനിൽക്കുകയും ചെയ്യും. അനൈക്യം ഒരിക്കലും നമുക്ക് പാടുള്ളതല്ല. എപ്പോഴും നമ്മൾ ഐക്യത്തിൻ്റെ വാക്താക്കളാകണം. അതിന് നമ്മൾ കിതാബും സുന്നത്തും പഠിക്കുകയും കിതാബിലേക്കും സുന്നത്തിലേക്കും അഭിപ്രായ ഭിന്നതയുള്ള വിഷയങ്ങൾ മടക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകണം. വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത് വഉലൈക ലഹും അദാബുൻ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്, വ്യക്തമായ വചനങ്ങൾ വന്നതിന് ശേഷം അഭിപ്രായ വ്യത്യാസത്തിലാവുകയും ഭിന്നിക്കുകയും ചെയ്തവരെ പോലെ നിങ്ങൾ ആവരുത്. വഉലൈക ലഹും അദാബുൻ അദീം, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും വന്നതിന് ശേഷവും അഭിപ്രായ വ്യത്യാസത്തിലാവുകയും ഭിന്നിക്കുകയും ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയാനകമായ ശിക്ഷയുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളൊരിക്കലും ഭിന്നതയുടെ വാക്താക്കളാകാൻ പാടുള്ളതല്ല, നമ്മൾ ഐക്യത്തിൻ്റെ വാക്താക്കളാകണം. അതിനുവേണ്ടി നമ്മൾ കാര്യങ്ങൾ കിതാബിലേക്കും സുന്നത്തിലേക്കും മടക്കി അതിലുള്ളത് മുറുകെ പിടിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകണം. ഇതാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ, ഇഅ്തിഖാദ്, വിശ്വാസം, അഖീദ ഇതാണ് എന്ന് പറഞ്ഞ് ആദ്യം വിശ്വാസകാര്യങ്ങളെ മൊത്തത്തിൽ ഉണർത്തുകയും പിന്നീട് അതിനെ വിശദീകരിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് ഉണർത്തി അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. എന്താണ് വിശ്വാസകാര്യങ്ങൾ? അത് വഹുവൽ ഈമാൻ ബില്ലാഹി വ മലായികതി വ കുതുബി വ റസുലി എന്ന് തുടങ്ങിയിട്ട് അദ്ദേഹം മൊത്തത്തിൽ പറഞ്ഞ് പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പിന്നെ വിശ്വാസത്തിൻ്റെ ആളുകളായ അഹ്ലു സുന്നത്തിൻ്റെ സ്വഭാവം എന്ത്, അതേപോലെ തന്നെ അവരുടെ സ്വഭാവമായിട്ട് ഭരണാധികാരികളോടുള്ള അവരുടെ നിലപാട് തുടങ്ങിയതായ വിഷയങ്ങളൊക്കെ അദ്ദേഹം ഉണർത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഈ വിശ്വാസകാര്യങ്ങൾ മൊത്തമായി ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതും അതിൻ്റെ വിശദീകരണങ്ങളും നമ്മൾ തുടർത്തിയിട്ട് ഇവിടെ സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹുവിൻ്റെ സത്യദീനിൽ ഇസ്തിഖാമത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. സത്യവിശ്വാസികളായി ജീവിക്കുവാനും സത്യവിശ്വാസികളായി മരിക്കുവാനും സത്യവിശ്വാസികൾക്കൊപ്പം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കുവാനും നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ്ഗരാജ്യത്തിൽ ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.